സൗദിയിൽ എവിടെയാ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സൗദിയിൽ അൽഖാസിം റീജിയനിലാണ് ഞാനുള്ളത്. ബുറൈദയ്ക്ക് ഒരു 2-2.5 മണിക്കൂറുണ്ടെന്നും കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായല്ലോ. പ്രോപ്പറായിട്ടുള്ള പ്ലേസ് ഞാനിപ്പം മെൻഷൻ ചെയ്യുന്നില്ല, അതെൻ്റെ പ്രൈവസി ആയിട്ടിരിക്കട്ടെ. ഇന്നലെ എനിക്ക് ഓഫായിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു റവ ദോശ അങ്ങോട്ട് ഉണ്ടാക്കി. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയായ കാരണമാണ് അതുണ്ടാക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് നമ്മൾ ബുറൈദയിൽ പോയപ്പോൾ വാങ്ങിയ ഫിഷ് ഇരിക്കുന്നത്. ഇത് അവസാനത്തെ ഫിഷാണ്. എന്നാൽ പിന്നെ വൈറൽ ഫിഷ് ഫ്രൈ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എന്നാലും ഞാൻ പറയാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അതിന് ശേഷം വേണം തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റൗ കത്തിച്ച് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മീനിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വേപ്പിലൊക്കെ വേണ്ടവർക്ക് ഇടാം കേട്ടോ. അത്രേ ഉള്ളൂ. അത് എന്നിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക. ഇത് നമ്മുടെ അവസാനത്തെ ഫിഷാണ്. ബുറൈദയിൽ പോയപ്പോൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇനി ഫിഷ് കിട്ടണമെങ്കിൽ ഒന്ന് നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ബാച്ചായിട്ടാണ് ഇങ്ങനെ ബുറൈദയ്ക്ക് ഷോപ്പിംഗ് പോകാറ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കാം. പക്ഷേ മാക്സിമം ഞാനങ്ങനെ സാധനങ്ങളൊന്നും ആരെ കൊണ്ടും വാങ്ങിക്കാറില്ല. അറിയാലോ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മുടെയും കൂടി ഒരു സാധനം വാങ്ങാൻ കൊടുക്കുമ്പോൾ അതവർക്കൊരു റെസ്പോൺസിബിലിറ്റിയും അവരുടെ ടൈം കളയുന്ന പോലത്തെ ഒരു സംഭവമായി മാറും. പിന്നെ വാങ്ങുന്നൊരു സംഭവമുണ്ട്, ബിരിയാണി. അത് ഹോസ്റ്റലിലുള്ള എല്ലാവരും പോണ സമയത്ത് ആർക്കൊക്കെ വേണമെന്ന് നോക്കിയിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടു കൊടുക്കുന്ന ഒരു നല്ലൊരു ബിരിയാണി പോലും കിട്ടാത്ത സ്ഥലമാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ട് ഞങ്ങൾ വാങ്ങി കഴിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് പിസ്സ, ബർഗർ, അല്ലെങ്കിൽ ബ്രോസ്റ്റ്, പിന്നെ കപ്സ. അതുകൊണ്ട് തന്നെ പുറത്ത് പോണ സമയത്ത് ഒരു ബിരിയാണി നിർബന്ധ. ഫൈനലി ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി എന്താ, കുറച്ച് ചോറെടുക്കുക, അതിലേക്ക് അങ്ങോട്ട് വെച്ച് അതങ്ങോട്ട് കഴിക്കുക. സംഭവം ഞാൻ ഫ്ലോപ്പാവും എന്ന് വിചാരിച്ചായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറൽ ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ല, ഇന്നോട്ട് റമദാൻ തുടങ്ങല്ലേ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും ഇനി തിരക്കൊക്കെ തുടങ്ങാൻ പോവാണ്. ഡ്യൂട്ടിയൊക്കെ എങ്ങനെയാകുമോ എന്തോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ശരിട്ടാ.